അർജന്റീന വേഴ്സസ് അൾജീരിയ. അൾജീരിയയുടെ ഗോൾ കീപ്പർ സിദാന്റെ മോൻ വൻ ഫോമിലാണ്. ഇത്ര മെസ്സിക്ക് എന്ത് സിദാന്റെ മോൻ, അഴിഞ്ഞാട്ടം, അറാടുകയാണ്. മെസ്സി അറാടുകയാണ്. ദിസ് ഗായ് ഈസ് അൺബിലീവബിൾ, അൺബിലീവബിൾ. എടേ ഇങ്ങേരി മറ്റേ പരിക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലിയില് ആകെ 20 മിനിറ്റ് 15 മിനിറ്റ് എന്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യനാണോ കളിച്ചിരിക്കുന്നത്? അൺബിലീവബിൾ, ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ അർജന്റീന ടീമിനോട് അസൂയുള്ളൂ. അവരുടെ ഒരു കോർഡിനേഷൻ. മെസ്സി ഗോൾ അടിക്കണം, മെസ്സി കപ്പ് അടിക്കണം, മെസ്സി റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം, മെസ്സി ഹാട്രിക് അടിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആ ടീമിന്റെ പ്ലേയേഴ്സിനുമാണ്. ആൻഡ് ഐ എം സോ ജലസ് ഓഫ് ദാറ്റ്. ഇവിടെയുണ്ട് എങ്ങനെ അണ്ണന് ബോൾ കൊടുക്കാതിരിക്കാം, എങ്ങനെ അണ്ണൻ ഗോൾ അടിക്കാതിരിക്കാൻ നോക്കണ കുറെ അലവലാദികൾ. യജാതി കോർഡിനേഷൻ. മെസ്സി ഒരു ഗോൾ അടിച്ചാൽ അത് എങ്ങനെ ഹാട്രിക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് അവർ നോക്കുന്നത്. ആൻഡ് ഒരു കാര്യം പറയാം, മെസ്സിയുടെ ഒരു ഗോൾ ഓഫ് സൈഡ്, 2-3 ഷോട്ട് മിസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേറിയിട്ടുണ്ടെങ്കിൽ 5-6 റൺ അടിച്ചേനെ. അടുത്ത റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോയിന്റ് ടോപ്പ് സ്കോറർ ഓഫ് വേൾഡ് കപ്പ്. ഡേ ഓർ അനദർ മെസ്സി വരും, മെസ്സി അടുത്ത റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. ആൻഡ് ഇങ്ങേരുടെ ഹങ്കർ ഈ പ്രായത്തിലും ഒരു കുറവുമില്ല. ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. സോ ഞാൻ രാവിലെ 6 മണിക്ക് അലാറമൊക്കെ വെച്ച് എണീറ്റതാണ്. ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ 6 മണിക്ക് കളി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എടേ 3:30 ദയവ് ചെയ്ത് കളി വെക്കില്ലടേ. ആൾക്കാർ 3:30 എണീക്കുന്നവർക്ക് ദാറ്റ്സ് ഫൈൻ. ഞാനൊക്കെ ഉറങ്ങുന്നത് 3 മണിക്കാണ്. ആ സമയത്ത് കളിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസേ പോയി. ബ്രസീൽ വേഴ്സസ് മൊറാക്കോ കളി കണ്ടതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ആൻഡ് ഇന്നാകുമ്പോ രാവിലെ 6 മണി, നല്ല മഴ, നല്ല സുഖം, നേരെ കളി വെച്ചതും മെസ്സിയുടെ അഴിഞ്ഞാട്ടും. പെർഫെക്റ്റ് ഡേ. സോ ഞാൻ വിചാരിച്ചത് അൾജീരിയ അർജന്റീനയെ പൊട്ടിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് ഞാൻ കളി കാണാൻ തന്നെ ഇരുന്നത്. വേൾഡ് കപ്പില് കുഞ്ഞൻ ടീം അങ്ങനെയൊന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചെറിയ ടീംസിന് വന്നിട്ട് ഒരു പേടിയുമില്ല. ദേ ക്യാൻ പ്ലേ എ ഗ്രേറ്റ് ഗെയിം. ഫിയർലെസ് ആയിട്ട് അവർക്ക് കളിക്കാൻ പറ്റും. അതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ചെറിയ ടീം വലിയ ടീം അങ്ങനെയൊന്നുമില്ല. സ്പെയിന്റെ മാത്രം എടുത്തു നോക്കിയാൽ മതി. സ്പെയിന്റെ കഴിഞ്ഞ കളിയില് മറ്റേ മഴവെള്ളപ്പാച്ചിലായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. ഗോൾ മഴ എന്നാ കണ്ടത് എന്താണ്? വരൾച്ച. സോ അങ്ങനെ ചെറിയ ടീം വലിയ ടീം അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. എസ്പെഷ്യലി വേൾഡ് കപ്പിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഇറ്റ്സ് ഫുട്ബോൾ. സോ ഞാൻ ഈ അൾജീരിയയുടെ ഗോൾ കീപ്പർ വൻ ഫോമിലാണ്. പിന്നെ ഞാൻ നോക്കുന്നു റിയാദ് മഹാറാസ് ഒന്നും പ്ലേയിങ് 11-ലില്ല. എന്നാൽ ഇവന്മാര് പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അർജന്റീന. പിടിക്കും വേണ്ട കളി കാണായിരുന്നു. 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും മെസ്സിയുടെ ഭാഗം ഒരു ഗോൾ. ആൻഡ് അത് ഓഫ് സൈഡ് ആയി. സന്തോഷം. പിന്നെ കണ്ടത് അർജന്റീന അൾജീരിയ അട്ടിച്ച് നല്ല ചുട്ട് പൊറോട്ട ആക്കിയതാണ്. എനിക്ക് പിന്നെ സങ്കടമൊന്നുമില്ല. ഞാൻ കണ്ണൊന്ന് തുറക്കട്ടെ ഒരു മിനിറ്റ്. അതേ ടൈമിൽ ഒരു കൗണ്ടർ അറ്റാക്കില് അൾജീരിയ ഒരു ഗോൾ ഇട്ടു. കേറി വിചാരിച്ചു അർജന്റീനയുടെ കാര്യം തീരുമാനമായി വിചാരിച്ചപ്പോ അത് ഓഫ് സൈഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ഗോളൊക്കെ വരുന്നു. പിന്നീട് അങ്ങട് ഒരു 10 മിനിറ്റോളം 2 ടീമിന്റെ വകയും കുറെ മിസ് പാസസ്, അതേപോലെ തന്നെ ലൂസ് ബോൾസ്, ഇതൊക്കെയാണ് കണ്ടിരുന്നത്. ആ സമയത്തൊക്കെ മെസ്സി ആകെ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ മാത്രമാണ്. മെസ്സി വന്ന് ഡിഫൻസിൽ നിന്നൊക്കെ ബോൾ എടുത്തിട്ട് പോകുന്നു. ഞാൻ വെച്ച് പോരാ മെസ്സിയുടെ കളിയൊന്നും പോരാ. മെസ്സിക്ക് കുറച്ച് ബുദ്ധിയും ബോധമുള്ളവൻ സ്പേസ് കൊടുക്കും. ആൻഡ് അതൊരു ത്രൂ ബോൾ ഫ്രം ഡീപോൾ, റോഡ്രിഗോ ഡീപോൾ, കീട്ടൂസാണ്. ഞാൻ വെച്ചു മറ്റേ MLS-ലൊക്കെ പോയ സമയത്ത് ഡീപോളിന്റെ നിലവാരമൊക്കെ കമ്മിയായി, ബിലോ ആവറേജ് പ്ലെയർ ആയിരുന്നു. ബോൾ ഡിഫൻഡേഴ്സിനൊക്കെ കംപ്ലീറ്റ്ലി ബീറ്റൻ ആക്കി. മെസ്സിക്കൊക്കെ ആരെങ്കിലും ഇത്ര സ്പേസ് കൊടുക്കുകയെ? അടിച്ചു വെടിച്ചില്ല സാധനം. ആൻഡ് ഇതിൽ പലരും ഞാൻ പറയുന്നത് ഗോളിയെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഗോളിൽ അത് കൈ തട്ടി തെറിച്ചു, ആളുടെ ഒരു മിസ്റ്റേക്ക്. അതൊന്നും പിടിക്കാൻ പോലും പറ്റില്ല. കാരണം അതിന് പ്രോപ്പർ പേസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അത്യാവശ്യം കേവ് ഉണ്ടായിരുന്നു. കീട്ടു സാധനമായിരുന്നു. ഫസ്റ്റ് ഹാഫ് പിന്നെ അങ്ങട് ഒരു നിർഗുണ കളിയായിരുന്നു. ഭയങ്കര ഉറക്കം തോന്നി കളിയായിരുന്നു. മെസ്സിയുടെ ഗോൾ ദാറ്റ് വാസ് സൂപ്പർ ആൻഡ് മെസ്സി വാസ് ദ ഓൺലി ഡിഫറൻസ്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മെസ്സി മാത്രമായിരുന്നു ഈ 2 ടീമും തമ്മിലൊരു വ്യത്യാസം. ആൻഡ് നൻപകൽ നേരത്ത് മയക്കം പോലെ പുലർച്ചെ നേരത്ത് മയക്കമായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഭയങ്കര ബോറിംഗ് കളിയായിരുന്നു. മെസ്സിക്ക് ശരിക്കൊരു റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു. സോ ഡെഫിനറ്റ്ലി ബീങ് ഫ്രാങ്ക്,
ആള് കളിച്ചില്ല അതല്ല, ആള് കിഡുമായിട്ട് തന്നെ കളിച്ചു. പക്ഷെ ദാറ്റ് വാസ് എ പ്രോപ്പർ ഫൗൾ. അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡെങ്കിലും കൊടുക്കണ്ടേ. ഇതിപ്പോ കഴിഞ്ഞ മറ്റേ വേൾഡ് കപ്പിലും കണ്ടു, ഹാൻഡ് ബോൾ ചെയ്തിട്ട് മെസ്സി വന്നിട്ട് ഇറ്റ്സ് നോട്ട് എ ഹാൻഡ് ബോൾ പറഞ്ഞപ്പോഴേക്ക് റഫറി ഓക്കെ പറയുന്നത്. പിന്നെ കാലൊക്കെ കയ്യിലായോ ഇപ്പൊ. ആൻഡ് MLS പിന്നെ റഫറിങ്ങും പരിപാടിയൊക്കെ തീരുമാനിക്കുന്നതിന് മെസ്സിയാണ്. ഇവിടെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ദാറ്റ് വാസ് നോട്ട് ഫെയർ. അത് ഒട്ടും ഫെയർ പരിപാടിയല്ല. അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡെങ്കിലും ഡിസേർവ് ചെയ്യുന്ന ഒരു ഫൗൾ ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം ദാറ്റ് വാസ് എ റെഡ് കാർഡ് ഡിസേർവിംഗ് ഫൗൾ. പിന്നെ അൾജീരിയയുടെ മറ്റേ ഫുട്ബോളിനെ പറ്റി പറയേണ്ട, അർജന്റീനയുടെ അണ്ടർ-10 സ്ക്വാഡിനെ പൊട്ടിക്കാൻ പോലുള്ള കളിയില്ല. അത്രയും ബിലോ ആവറേജ് കളിയായിരുന്നു അൾജീരിയയുടെ. ഒരു പ്രോപ്പർ ടാക്ടിക്സ് ഇല്ല. ആർക്കാണ് ബോൾ കൊടുക്കേണ്ട, ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഒന്നുമില്ല. അറ്റാക്കിംഗ് കണ്ടില്ല. പണ്ടത്തെ പോർച്ചുഗലിനേക്കാളും ബോറിംഗ് ഫുട്ബോൾ അവർ കളിക്കുന്നത്. ഒരു വിങ്ങിൽ കൂടെ ആരെങ്കിലും ഒക്കെ ബോൾ എടുത്തിട്ട് പോകും, ആ ബോൾ കളക്ട് ചെയ്യാൻ ഒരുത്തനും വരില്ല, അവിടുന്ന് അവർ ബോൾ മിസ്സാക്കും, അർജന്റീന വീണ്ടും അറ്റാക്കിന്. ആൻഡ് സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് അർജന്റീന കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു. മറ്റേ മെക്കലിസ്റ്ററിന്റെ ഒരു ഷോട്ട് കിട്ടു സാധനമായിരുന്നു. അത് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഗോളിയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. പുറത്തേക്ക് പുഷ് ചെയ്യുന്ന സാധനം വീണ്ടും അകത്തോട്ട് പുഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഗോൾ. മെസ്സി ഈസി ചാൻസ്, ടാപ്പിംഗ് ഗോൾ. രണ്ടെണ്ണത്തിൽ നിൽക്കും വിചാരിച്ചപ്പോഴേക്കും മെസ്സിയുടെ അടുത്തൊരു അടി, അതെന്തോ ഭാഗത്ത് നമ്മുടെ സിദ്ധാന്റെ മോൻ സേവ് ചെയ്ത് വിട്ടു. പക്ഷെ മെസ്സി അവിടെയും കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായി മെസ്സിക്ക് എങ്ങനെയുടെ ഇവന്മാർ ഇത്ര സ്പേസ് കൊടുക്കണേ. മെസ്സി ഒരു ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനോ ഫൗൾ ചെയ്യാനോ അതൊന്നും അവർക്ക് വയ്യ. നിങ്ങൾ അടിച്ചോ, ഞങ്ങൾ നോക്കി നിൽക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഡിഫൻസ് ഭയങ്കര പോറായിരുന്നു. ആൻഡ് പിന്നെ അതൊന്നും തേർഡ് ഗോളൊന്നും ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. മറ്റേ ബോട്ടം കോർണറിലാണ് കയറിയത്. അതിലൊന്നും ഗോളിയെ കുറ്റം പറ്റില്ല. ഇവര് ഡിഫൻസ് വഞ്ചോക സാധനം. ഒരു ഇത് വേണ്ടേ, ഒരു എക്സൈറ്റ്മെന്റ് വേണ്ടേ, ദാറ്റ് വി ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് അർജന്റീന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ജയിക്കണം. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പോലും ഇല്ല. ബോൾ ഇവരെ മിസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് അത് റിക്കവർ ചെയ്ത് എടുക്കണം എന്നോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും ഇല്ലാത്ത ഒരു അലവലാതി കളി കളിക്കുന്ന ടീം. ആൻഡ് ഇവർ അർജന്റീന പോലത്തെ ഒരു വലിയ ടീമിന്റെ ഒപ്പമാണ് കളിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കണ്ടേ. മഹാരാസിനൊക്കെ ഡെഫിനറ്റ് ആയിട്ട് മറ്റേ പ്ലേയിങ് ഇലവനിൽ ഇറക്കണമായിരുന്നു. ആൻഡ് ദർ ഇസ് അനദർ ആയിക്കോളാം, അക്വാറോ, AOUAR, ദാറ്റ് ഗൈ എനിക്കറിയാം, കിടുക്കളിയാണ്. ആളും സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയിരിക്കുന്നത്, ആളെയും ഫസ്റ്റ് 11 ഇറക്കിയിട്ടില്ല. എന്നാൽ ഫസ്റ്റ് 11 ഏതൊക്കെ ഒരുത്തന്നെ ഇറക്കിയിട്ടുണ്ട്. 2 പേര് മാത്രമാണ് എനിക്ക് അൾജീരിയൻ സൈഡിൽ അടിപൊളിയായി തോന്നിയത്. മാസയ, ഫ്രൂട്ടിയ, അങ്ങനെ ഏതോ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ 10ാം നമ്പറിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, ആദ്യത്തെ ഒരു ഗോൾ അടിച്ചിട്ട് അത് ഓഫ് സൈഡ് ആയിരുന്നു. അവര് 2 പേര് ഒഴിച്ച ബാക്കി തനി നിർഗുണ സൈഡ്. മിഡ്ഫീൽഡ് ശോകം, ഡിഫൻസ് ശോകം, പിന്നെ ബോൾ പിന്നെ അറ്റാക്കിംഗ് തേർഡിലോട്ട് വരുന്ന പോലും ഇല്ല. ഇവർക്ക് മറ്റേ പ്ലേയേഴ്സിന്റെ റൺ അനുസരിച്ചിട്ട് ഇവർക്ക് ബോൾ പോലും അവർ കൊടുക്കുന്നില്ല. സി, മിഡ്ഫീൽഡേഴ്സ് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അപ്പൊ അവിടെ വന്നിട്ട് ബാക്ക് പാസ് ചെയ്യും. ആർക്കാണ് ബോൾ കൊടുക്കേണ്ടത് പോലും ഇവർക്ക് അറിയില്ല. ഒരു സീറോ ടാക്ടിക്സ് ഗെയിം ആയിരുന്നു. ഇങ്ങനത്തെ ഒരു കളിയും വെച്ചിട്ട് അർജന്റീന പോലും സ്ക്വാഡിനൊക്കെ എങ്ങനെ പൊട്ടിക്കാനാണ്? അത് പിന്നെ ടാലന്റിന്റെ കൂമ്പാരമാണ്. അർജന്റീന 4-3-3 ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അൽമാഡ, അതേപോലെ തന്നെ ലൗതാറോ മാർട്ടിനസ് ആൻഡ് ലയണൽ മെസ്സി ആയിരുന്നു മറ്റേ അറ്റാക്കിങ്ങിന് ഉണ്ടായിരുന്നു. ലൗതാറോ മാർട്ടിനസ് മാത്രമാണ് എനിക്ക് മറ്റേ അർജന്റീനിയൻ സൈഡിൽ ഒരു നിർഗുണ പ്ലെയർ പോലെ തോന്നിയത്. ലൗതാറോ ആദ്യം മെസ്സിക്ക് ഓഫ് സൈഡ് ഗോളായതിന് ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് റാദർ ദാൻ ദാറ്റ് ആള് കൊടുത്ത ക്രോസസും ആളുടെ എത്ര തവണ ബോൾ മിസ്സായതും നന്നായി ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൂലിയൻ അൽവാരസ് ഡെഫിനറ്റ്ലി ഡിസേർവ് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് 11. ആള് നൈസാ. ആൻഡ് എൻസോ ആയാലും ഡീപോൾ ആയാലും മെക്കലിസ്റ്റർ ആയാലും നന്നായി കളിച്ചിട്ടുണ്ട്. പിന്നെ എമി മാർട്ടിനസിനൊന്നും ഒരു പണിയേ ഉണ്ടായിരുന്നില്ല. അവിടെ എനിക്ക് തോന്നുന്നു ആള് പോസ്റ്റിന്റെ അവിടെ ചായക്കട ഇട്ട് ചായ കുടിച്ചിരിക്കുകയായിരുന്നു. എന്ത് പണി? ഒരു പണി ഉണ്ടായിട്ടില്ല. എക്സെപ്റ്റ് ദാറ്റ് ഫസ്റ്റ് ഓഫ് സൈഡ് ഗോൾ. ഇവരുടെ കളി ഇന്നത്തെ വൻ ശോകസാരായിരുന്നു. എമി മാർട്ടിനസിന് ഒരു പണി ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി വെരി നൈസ് ഗെയിം. ഇപ്പൊ മെസ്സി ചിലപ്പോ സകലമായ റെക്കോർഡും ബ്രേക്ക് ചെയ്യും. ആൾക്ക് വേൾഡ് കപ്പിൽ എന്തോ ഹാട്രിക് ഉണ്ടായിരുന്നില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമായി. അൺബിലീവബിൾ പ്ലേ. സോ ഇന്ന് രാത്രി 10:30 നമ്മുടെ അണ്ണന്റെ കളിയുണ്ട്. അതിന് എന്താവും നോക്കാം. സോ അടുത്ത കളിയായിട്ട് വരാം.